ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റു കേട്ടോ. കാരണം അമ്മയും ഞാനും അനിയത്തിയും കൂടി ഒന്ന് പുറത്തൊക്കെ പോകാമെന്ന് കരുതി. എല്ല് മുറിയെ പണിയെടുത്താൽ പല്ല് മുറിയെ തിന്നാം. ഇന്നലെ ക്രിസ്മസ് ആയതുകൊണ്ട് അടുക്കളയിൽ ഒരു അംഗമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഡിന്നറിന് വരെയുള്ള ഫുഡ് ഫ്രിഡ്ജിലുണ്ട്. പിന്നെ എല്ലാവരുടെയും വീട്ടിലുള്ളതുപോലെ എൻ്റെ വീട്ടിലും വിശേഷ ദിവസങ്ങളിൽ മാത്രം ഷോക്കേസിൽ നിന്ന് പുറത്ത് വരുന്ന കുറച്ച് പ്ലേറ്റുകളുണ്ട്. ഇന്നലെ ക്രിസ്മസിനെടുത്താണ്. എന്തായാലും ക്രിസ്മസ് കഴിഞ്ഞതുകൊണ്ട് അത് കയ്യോടെ ഷോക്കേസിൽ തന്നെ വെക്കാമെന്ന് കരുതി. മിക്കവാറും ഇതിനി ഈസ്റ്ററിനായിരിക്കും ഒരു മോചനം കിട്ടുക. രാവിലെ പ്രത്യേകിച്ച് കുക്കിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് പുറത്ത് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്തെടുത്തു. അപ്പോഴേക്കിനും ഫുഡിൻ്റെ തണുപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് അപ്പമായിരുന്നു കേട്ടോ. അപ്പത്തിൻ്റെ കൂടെ ഇന്നലത്തെ സ്റ്റൂ ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പവും സ്റ്റൂ ഒക്കെ കഴിച്ച് ഞങ്ങൾ റെഡി ആയിട്ടോ. ഞാൻ ഈ ഒരു ഡ്രസ്സാണ് ഇട്ടത്. സ്ലീവ്ലെസ് ആയതുകൊണ്ട് തന്നെ ബോഡി സൺസ്ക്രീൻ മസ്റ്റാണ്. ഞാൻ ഈ ഒരു സൺസ്കൂപ്പിൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. നല്ല സൺസ്ക്രീനാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും ഒരുങ്ങി ഇറങ്ങി. ഞങ്ങളിതേ മാച്ചിങ് ഡ്രസ്സൊക്കെ ഇട്ടാണ്. അങ്ങോട്ട് പോകുമ്പോൾ കാവടി തുള്ളിയാണ് പോകുന്നതെങ്കിലും ഇങ്ങോട്ട് വന്നപ്പോൾ അവശതയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരെ പോയത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാണ്. അമ്മയ്ക്കൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാണ് വന്നത്. പക്ഷേ അമ്മയ്ക്ക് ഇവിടെ ഒരു ഡ്രസ്സും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞങ്ങൾ പ്ലാൻ മാറ്റി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡ്രസ്സ് എടുക്കാമെന്ന് കരുതി. എപ്പോഴും കുർത്തി എടുക്കുന്നത് കൊണ്ട് തന്നെ ഈ തവണ പാൻറ്റും ഷർട്ടും ആക്കാമെന്ന് കരുതി കേട്ടോ. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ഡ്രസ്സൊക്കെ എടുത്ത് നേരെ പോയത് അമ്മയ്ക്കൊരു ബാഗും ചെരുപ്പൊക്കെ എടുക്കാനായിരുന്നു. വന്ന് കയറിയത് ഈ ഒരു ഗ്രീൻ ചെരുപ്പ് എൻ്റെ കണ്ണിലുടക്കി കേട്ടോ. ഈ ഒരു കളറിലുള്ള ചെരുപ്പ് എനിക്കില്ല. ഇട്ട് നോക്കിയപ്പോഴും ഒരു ചന്തമൊക്കെ തോന്നി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഈ സെയിം ചെരുപ്പ് തന്നെ എടുത്തിട്ടോ. പിന്നെ പോയത് കമ്മൽ വാങ്ങിക്കാൻ വേണ്ടിയായിരുന്നു. ഇവിടെ വന്നപ്പോഴാണെങ്കിൽ ഒരു ക്രിസ്മസ് മയം തന്നെയായിരുന്നു കേട്ടോ. ഒരുപാട് ക്രിസ്മസ് ഇയറിങ്സിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സിൽവറിൻ്റെയും ഗോൾഡിൻ്റെയും ഒരുപാട് ഇയറിങ്സ്, അതായത് ഹൂക്സിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് 1-2 ഇയറിങ്സ് ഒക്കെ എടുത്തു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു. അപ്പോഴേക്കും വിശപ്പിൻ്റെ വിളി വന്നു. ഒരു ഹാഫ് ബിരിയാണി വാങ്ങി അതിൻ്റെയും പകുതി കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. പിന്നെ നേരെ പോയത് വല്ലാർപാടം പള്ളിയിലേക്കായിരുന്നു. അമ്മ വന്നപ്പോൾ മുതൽ പറയുന്ന ഒരു കാര്യമാണ് എന്നെ വല്ലാർപാടം പള്ളിയിൽ കൊണ്ടുപോകണമെന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയിട്ടോ. ക്രിസ്മസിൻ്റെ പിറ്റേ ദിവസം ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച് മുറ്റമൊക്കെ അടിച്ചു. അവിടുന്ന് നേരെ കാളമുക്കി പോയി കുറച്ച് മീനും വാങ്ങി നേരെ വീട്ടിലേക്ക് വന്നിട്ടോ. കാവടി തുള്ളിപ്പോയ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ അതേ വെട്ടിയിട്ട വാഴ പോലെയായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.